ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമുലിൻ്റെ ഫ്രഷ് ക്രീം വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് 125 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യുന്നത്. മൈക്രോവേവ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ചോക്ലേറ്റ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടിന്നിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ബാക്കി ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ ഒരു ടിൻ കംപ്ലീറ്റ് ഈ ഒരു അളവ് ഐസ്ക്രീമിലേക്ക് ചേർക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടൻസ് മിൽക്ക് തണുത്തതാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. അപ്പം അങ്ങനെ കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തത്, അതുകൊണ്ട് തന്നെ തണുക്കും തോറും ഒന്ന് കട്ടിയാകും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗൾ ഇറക്കി വെക്കാം. അപ്പോൾ ഇതിലേക്ക് 250 ml 2 ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രീം എടുക്കുന്ന സമയത്ത് നല്ല ചിൽഡ് ആയിട്ടുള്ള ക്രീം ആയിരിക്കണം. അതായത് ഒന്നിൽ ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇനി പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും എടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ലോ ഫാറ്റ് ആണ്. 25% മാത്രമേ ഇതിൽ ഫാറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിപ്ഡ് ക്രീം ആയിട്ട് കിട്ടില്ല. അതായത് സ്റ്റിഫ് പീക്ക് നമുക്ക് ഈ ഒരു ക്രീമിൽ കിട്ടില്ല. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തിക്കാകും എന്ന് മാത്രം. അപ്പം നമുക്കൊരു സോഫ്റ്റ് പീക്സ് എങ്കിലും കിട്ടണം. ഇത് നന്നായിട്ട് ലോ സ്പീഡ്, ഹൈ സ്പീഡ് അങ്ങനെ മാറ്റിയിട്ട് ഒന്ന് ബീറ്റ് എടുക്കാം. നല്ല ക്ഷമ വേണം ഈ ഒരു കാര്യം ചെയ്യുന്നതിന്. കാരണം ഇത് ഒരുപാട് സമയം എടുത്ത് മാത്രമേ നന്നായിട്ടൊന്ന് ഡബിൾ സൈസിലായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ അതിൻ്റെ കണ്ടോ കുറച്ച് തിക്കായി തുടങ്ങി, സൈസ് ഒന്ന് ഡബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടുത്ത 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നോക്കുമ്പോൾ നല്ല തിക്കായി സോഫ്റ്റ് പീക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഇത് വരത്തുള്ളൂ. വിപ്ഡ് ക്രീം ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കേക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു ക്രീം പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമിനാണ്. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ഞാൻ ഈ ക്രീം ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ ക്രീം വന്നിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ബൗളിൽ അത് കൊള്ളുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചോക്ലേറ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഒത്തിരി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്രീം തണുത്തതായിരുന്നത് കൊണ്ട് ചോക്ലേറ്റ് ഇട്ട സമയത്ത് ചെറിയ ചോക്ലേറ്റിൻ്റെ കട്ടകൾ കിടക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ആ 400 ഗ്രാമിൻ്റെ ആ ഒരു കണ്ടൻസ് മിൽക്ക് ഫുള്ള് ചേർക്കാം. ഞാൻ പക്ഷെ പകുതി മാത്രമേ ചേർത്തുള്ളൂ. ഇനി മുഴുവൻ പഞ്ചസാര ഇട്ടാണെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിലേക്ക് ഇനി കുറച്ച് ചോക്കോ ചിപ്സ് ആണ് ചേർക്കുന്നത്. ഹോം മെയ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇനി ഇത് അടച്ച് വെച്ച് ഇത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായത് അടുത്ത ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ അടുത്ത ദിവസമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കണ്ടോ, മെൽറ്റായി അങ്ങ് വരികയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ ഒരു ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം വെച്ചിട്ട് ഈ ഒരു രീതിക്ക് എല്ലാവരും ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.